യേശുവിൽ പ്രിയ സഹോദരരെ, 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തികളും പൂർത്തിയാക്കി ഓശാന ഞായറാഴ്ചത്തെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളികളോടുകൂടെ ജെറൂസലേം പ്രവേശനത്തിൻ്റെ സ്മരണ പുതുക്കി 1, 2, 3 ദിവസത്തെ പെസഹാ ധ്യാനം, പീഡാനുഭവ ധ്യാനം, തുടർന്ന് ആണ്ടുകുമ്പസാരവുമൊക്കെ നടത്തി വിനയാന്വിതമായ ശുശ്രൂഷയുടെ മാതൃക അനുസ്മരിച്ച് പെസഹാ തിരുനാളും കൊണ്ടാടി കഠോരമായ പീഡകളുടെ ദുഃഖവെള്ളി അനുസ്മരിച്ച് മൂകമായ കാത്തിരിപ്പിൻ്റെ വലിയ ശനിയാഴ്ചയും കടന്ന് ഇതാ മഹത്വമേറിയ ഉത്ഥാനത്തിൻ്റെ പുലരിയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും തിരുവുത്ഥാന തിരുനാളിൻ്റെ സ്നേഹപൂർവമായ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയും സന്തോഷവും നൽകുകയാണ്. കലുഷിതമായ ഈ ലോകത്തിൽ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്രങ്ങളുടെ ജീവിതത്തിലുമെല്ലാം ആവശ്യമായിരിക്കുന്ന സമാധാനമാണ് ഉത്ഥാനത്തിൻ്റെ സന്ദേശം. ഉദ്ധിതനായ ക്രിസ്തു ഓരോ തവണയും തൻ്റെ ശിഷ്യർക്കും തൻ്റെ അനുയായികൾക്കും പ്രത്യക്ഷപ്പെടുമ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, ശാശ്വതവും സമ്പൂർണവുമായ സമാധാനമാണ് ഉദ്ധിതനായ യേശു നൽകുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ ഈ സമാധാനം ഒരു മരീചികയായി തീരുന്ന അവസ്ഥയിലാണ്. പല ഭാഗങ്ങളിലായി നടക്കുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളുടെ കെടുതിയിൽ വേദന അനുഭവിക്കുന്ന അനേക ലക്ഷം മനുഷ്യർ ഒരു വശത്ത്, മറുവശത്ത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മറ്റു പല ആദർശങ്ങളുടെയും പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുടികൊള്ളുമ്പോൾ അതിൻ്റെ പരിണിതഫലമായി ജീവൻ പൊലിയുകയും പ്രത്യാശ നഷ്ടപ്പെടുകയും നിരാശയുടെ പടുകുഴിയിൽ വീഴുകയും ചെയ്യുന്ന അനേകം മനുഷ്യർ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തിലാണ് ഉദ്ധിതനായ യേശുവിൻ്റെ പ്രസക്തി ഇന്നും ഏറുന്നത്. അവനിലേക്ക് നോക്കുക, അവൻ്റെ അടുത്തേക്ക് വരിക. അവിടെ സമാധാനമുണ്ട്, അവിടെ ആശ്വാസമുണ്ട്. ആയതിനാൽ ഈ തിരുവുത്ഥാന തിരുനാളിൽ നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കാം. ഉദ്ധിതനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. നമ്മളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മളുടെ എളിയ പ്രവൃത്തികളിലൂടെ, നമ്മളുടെ സാന്നിധ്യങ്ങളിലൂടെയൊക്കെ ഈ ഉദ്ധിതൻ്റെ സമാധാനം, ഉദ്ധിതൻ നൽകുന്ന സന്തോഷം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് പകർന്നു കൊടുക്കുവാൻ, ഏറെ പ്രത്യേകിച്ച് ദുഃഖിതരും ക്ലേശിതരും പരിത്യക്തരും ആയിത്തീർന്ന മനുഷ്യർക്ക് യേശുവിൻ്റെ ഈ ഉദ്ധാന സന്തോഷം പകർന്നു കൊടുക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.